എൻ്റെ പേര് ഫാരിസ് മഹ്മൂദ്. ഞാൻ തലശ്ശേരിയിലാണ്, ചാർട്ടേഡ് ആർക്കിടെക്റ്റ് ആണ്. ഞാൻ റനീഷ്, സിവിൽ എഞ്ചിനീയർ ആണ്, തലശ്ശേരിയാണ് സ്വദേശം. ഞാൻ ഒരു ആർക്കിടെക്റ്റ് ആണ്, തലശ്ശേരിയിലാണ്. എൻ്റെ പേര് ഫവാസ് മഹ്മൂദ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ഷോട്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് 3 പേരെയാണ്. നമ്മൾ നേരത്തെ കണ്ട 3 പേരുണ്ടല്ലോ, യഥാർത്ഥത്തിൽ അത് 3 വ്യക്തികളാണെങ്കിലും ഒരേ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നല്ല സംരംഭകരാണ് അവർ എന്നുള്ളതാണ്. തലശ്ശേരിയിലാണ് ബിഗ് ഷോട്ട് ഇന്ന് നിൽക്കുന്നത്. നമുക്ക് ആ 3 പേരെയും പരിചയപ്പെടാം. നമസ്കാരം സർ. ഹലോ, ഹായ്. 3 പേരും ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന സംരംഭകരാണെന്ന് പറഞ്ഞു. സ്ഥാപനത്തെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? എഫ് ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആർക്കിടെക്ചർ ഫേമാണ്. അതിനകത്ത് 3 ആക്ടിവിറ്റീസ് ആണ് ഞങ്ങൾ ബേസിക്കലി ക്ലയൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു വീട് എടുക്കാൻ ഒരു പ്ലോട്ട് ആയിട്ടൊരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ കൺസെപ്റ്റ് ഡിസൈൻ മുതൽ അതിൻ്റെ ടേൺ കീ സൊല്യൂഷൻസ് വരെ ഉള്ള കംപ്ലീറ്റ് സൊല്യൂഷൻ പ്രൊവൈഡേഴ്സാണ് ഞങ്ങൾ. അത് ഞങ്ങൾ 3 ഡിവൈഡ് സെക്ടേഴ്സ് ആയിട്ടുണ്ട്. ആർക്കിടെക്ചറൽ സെക്ടർ ഉണ്ട്, അത് ചെയ്ത് ഡിസൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊജക്ട് മാനേജ്മെൻറ്റ്, അത് പുതുതായിട്ടുള്ളൊരു സംഗതിയാണ്. അത് നാട്ടിൽ കോമൺ അല്ലാത്തൊരു സംഗതി. പ്രൊജക്ട് മാനേജ്മെൻറ്റ് കോൺട്രാക്ടേഴ്സിനൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് ക്ലയൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്ലയൻറ്റ് സൈഡിൽ നിന്നുകൊണ്ട് പ്രൊജക്ട് മാനേജ് ചെയ്തിട്ട് അത് ബഡ്ജറ്റിനുള്ളിലും ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് ടേൺ കീ സൊല്യൂഷൻ കംപ്ലീറ്റ്ലി ഇൻറ്റീരിയേഴ്സ് വരെ വേണമെങ്കിൽ ഇൻക്ലൂഡിങ് ലാൻഡ്സ്കേപ്പ് എന്നുള്ളൊരു കംപ്ലീറ്റ് പാക്കേജിൽ ഒരു ടോട്ടൽ ടേൺ കീ സൊല്യൂഷൻ അണ്ടർ വൺ അംബ്രല്ല എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ ആർക്കിടെക്ചറൽ ഫേം പ്രവർത്തിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ഈ 3 പേരുണ്ടല്ലോ, 3 പേരും എത്തിച്ചേരാൻ ഒരു വഴി ഉണ്ടാവുമല്ലോ, 3 പേര് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു വഴിയുണ്ട്. എന്താണ് ആ ഒരു വഴി? എങ്ങനെയായിരുന്നു? ആക്ച്വലി ഇത് ഞാൻ ഗൾഫിലായിരുന്നു ഉണ്ടായത്. അപ്പോൾ അവിടെ ഈ പ്രവാസികൾക്ക് അനുഭവിക്കുന്ന ഇത് മെയിൻലി ഞങ്ങൾ പ്രവാസികളാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ജനിച്ചു വളർന്നൊക്കെ ഞാനും എൻ്റെ ബ്രദറും ജനിച്ചു വളർന്ന ബ്രദറാണ്. ഇത് ആർക്കിടെക്റ്റാണ് ഫവാസ്. ഞങ്ങൾ അപ്പോൾ പ്രവാസത്തിൽ ജീവിച്ചത് കൊണ്ട് പ്രവാസികൾ ഞങ്ങൾ ചെറുതിലേ അനുഭവിക്കും നാട്ടിൽ വീട് എടുക്കുമ്പോൾ. കാരണം പ്രവാസികൾ ഗൾഫിലോട്ടേക്ക് പോയിരിക്കുന്നത് വീടെടുക്കാൻ എന്നുള്ള ഒരു സ്വപ്നവും കൂടിയിട്ടാണല്ലോ. അപ്പോൾ അതിലുണ്ടാകുന്ന കുറേ ചാലഞ്ചസ്, പ്രോബ്ലംസ്, ഒരു പ്രോപ്പർ ആർക്കിടെക്ചറൽ സൊല്യൂഷൻസ് കേരളത്തിൽ കോളേജസും പണ്ട് കുറവായിരുന്നു. അപ്പോൾ ആർക്കിടെക്ട്സ് ഇല്ലാത്തതിൻ്റെ പേരിൽ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഞാൻ നാട്ടിലോട്ടേക്ക് വരികയും പിന്നെ ഫവാസ് ഇവിടുത്തെ മാർക്കറ്റുകളെ സ്റ്റഡി ചെയ്തിട്ട് നാടിൻ്റെ പൾസിനെ പഠിച്ച് മനസ്സിലാക്കുകയും അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ കൂടുതലൊരു സ്ട്രക്ചറൽ, കാരണം ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ മാത്രമല്ല സ്ട്രക്ചറും കൂടി കൂടുമ്പോഴാണ് അതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ, ഒരു ഫുൾ പാക്കേജിലോട്ടേക്ക് നമുക്ക് പഞ്ച് കൊടുക്കാൻ മനസ്സിലായാൽ നമ്മൾ റനീഷ്, എൻ്റെ സുഹൃത്തായ റനീഷിനും കൂടി സിവിൽ എഞ്ചിനീയർ എന്ന രീതിയിൽ അപ്പോൾ ഞങ്ങളുടെ 3 പേരുടെയും വിഷൻ സെയിം ആയിരുന്നു, സെർവ് ദ സൊസൈറ്റി, സെർവ് ദ കമ്മ്യൂണിറ്റി എന്നുള്ള ആ ഒരു കോമൺ വിഷനിലോട്ടേക്ക് ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലോട്ടേക്ക് 3 റോൾസിലോട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ 3 പേരുടെ എക്സ്പീരിയൻസ് ശരിക്കും നിങ്ങൾ 3 പേരും കൂടെ ഒരു ബോണ്ടിങ്ങും കൂടെ ഒരു സ്ഥാപനത്തിലുണ്ട് എന്നുള്ളത് അതാണ് അതിന്റെ ഞങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ 3 ഒരു അവയവത്തിന്റെ 2 കൈകൾ എന്ന് പറയുന്ന പോലെ ഈ സ്ഥാപനത്തിന്റെ 3 സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എല്ലാവരുടേതായ സ്ട്രെങ്ത്തുകളുണ്ട്. അത് വെച്ചിട്ട് ഞങ്ങളെ ബെസ്റ്റ് സർവീസസ്, എൻ്റെ എക്സ്പീരിയൻസ്, ഇന്റർനാഷണൽ എക്സ്പീരിയൻസ്, ഫവാസിന്റെ ലോക്കൽ എക്സ്പീരിയൻസ് ആർക്കിടെക്ചറിലും സ്ട്രക്ചറലി അദ്ദേഹത്തിന്റെ ഫാദർ ഒരു കോൺട്രാക്ടറും കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ചെറുതിലെ ആ ഒരു ഫീൽഡിലോട്ടേക്ക് ഇവിടുത്തെ കോൺട്രാക്ടേഴ്സിന്റെ ലാംഗ്വേജും പൾസും ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ ഇൻ ആൻഡ് ഔട്ട് മനസ്സിലാക്കുന്ന വ്യക്തി എന്ന രീതിയിൽ ക്ലയൻസിന് ഞങ്ങളുടെ ബെസ്റ്റ് സൊല്യൂഷൻ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞങ്ങൾ. ഇവര് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ നമ്മുടെ പ്രവാസ ലോകത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു പ്രോജക്റ്റ് കൂടെ ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇവരിൽ നിന്ന് അറിയാനുണ്ട്. അപ്പോൾ നമ്മൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രവാസികൾക്കുള്ള പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് തോന്നുന്നു. കാരണം അവർ ഒരു വീട് എന്നുള്ള സ്വപ്നം എപ്പം സൂക്ഷിക്കുന്നവരാണല്ലോ ഈ പ്രവാസികൾ. അതെന്താണ് പ്രോജക്റ്റ്, എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ പ്രവാസികൾ പ്രവാസത്തേക്ക് പോകുന്നത് തന്നെ ഒരു വീടിൻ്റെ ഒരു സ്വപ്നം എന്നുള്ള കൺസെപ്റ്റാണ് പണ്ട് പോയി തുടങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ പ്രവാസികളായിട്ട് ജനിച്ച് വളർന്ന വ്യക്തികളായതുകൊണ്ട് അതിൻ്റെ ഒരു പെയിന് ഒരു പ്രവാസി നാട്ടിൽ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് ബഡ്ജറ്റിൽ വീടുകൾ പൂർത്തീകരിക്കുന്നില്ല, അയച്ചു കൊടുക്കുന്ന പൈസയുടെ ട്രാൻസ്പാരൻസി, ക്ലാരിറ്റി ഇല്ല, പിന്നെ അധിക വീടുകളിലും ആളുകൾ ഇല്ല നാട്ടിലോട്ടേക്ക്, അല്ലെങ്കിൽ അപ്പോൾ അത് കൺസ്ട്രക്ഷൻ്റെ സ്റ്റേജിലോട്ടേക്ക് അതിനെ മേൽനോട്ടം വഹിക്കാൻ ആളുകളില്ല. പ്രോപ്പർ ഡോക്യുമെന്റേഷൻ സിസ്റ്റംസ് ഇല്ല. ഗൾഫിലൊക്കെ നമ്മൾ ഇപ്പോഴും എല്ലാ ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തത് ഡോക്യുമെന്റേഷൻ സിസ്റ്റംസ് ഒന്നും ഇല്ല. എല്ലാം സൈറ്റിൽ നിന്നാണ് പ്രശ്നങ്ങൾ ഒതിച്ചു വരുന്നതും അതിനകത്ത് പ്രവാസിയുടെ പൈസയാണ് നഷ്ടം വരുന്നത്.
നേരെ പക്ഷേ ഡ്രോയിങ്സ് ഡോക്യുമെന്റേഷൻസിലൊക്കെ ചെയ്യുമ്പോൾ ഇത് ഞങ്ങൾക്ക് മുൻകൂട്ടി പ്രവാസത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ ബ്രാഞ്ച് ഓഫീസ് ദുബായിലുണ്ട്. അപ്പോൾ അവിടുന്ന് ആർക്കിടെക്ട് ലോക്കലി പ്രസന്റ് ഇൻ ദുബായ് വിത്ത് എ ടീം ബാക്ക് ഹോം എന്നുള്ളൊരു കൺസെപ്റ്റിനാണ് ഇന്ന് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പം ഞങ്ങൾ ആസ് എ ടീം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് നമുക്ക് അവിടെ തന്നെ അവരൊക്കെ നേരിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഒരാളെ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ള അവിടെയുണ്ട്. 4 ആർക്കിടെക്ട്സും ഉണ്ട്, ഒരു സൈറ്റ് എഞ്ചിനീയർ, ഒരു സെയിൽസ് ടീമും അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഡിസൈൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഫവാസാണ് എന്ത് പിന്നെ അവരായിട്ട് കൂടുതൽ, കാരണം അവരുടെ പൾസും പെയിനും അവിടെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫവാസാണ് ഞങ്ങളെ കണക്ട് ചെയ്യുന്നത്. അതായത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് പറയാലോ അവിടുത്തെ ഒരു വേവ് ലെങ്ത് വേറെയാണ്, നാട്ടിലുള്ള വേവ് ലെങ്ത് വേറെയാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ സ്ട്രെങ്ത് കിടക്കുന്നത്. ഈ വേവ് ലെങ്തിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3 പേരുമാണ് അതിന് പരിശ്രമിക്കുന്നത്. അപ്പൊ അതായത് കൃത്യമായിട്ട് ഈ 3 പേർക്കും കൃത്യമായ ഡ്യൂട്ടീസ് ഉണ്ട്, അതായത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടികൾ വളരെ കൃത്യമായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ സാർ ഇത് എല്ലാവർക്കും അറിയേണ്ട ഒരു തോട്ടം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രവാസിക്ക് ഇങ്ങനെ ഒരു വീട് എടുക്കണം, അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു പ്രവാസി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? യൂഷ്വലി ഞങ്ങളുടെ അടുത്തൊരു ക്ലയൻറ്റ് വന്നാൽ ഞങ്ങൾക്ക് ഫസ്റ്റ് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവരുടെ അടുത്ത്. അപ്പം പ്രവാസി അവരുടെ ഒരു സ്വപ്നം കൊണ്ടാണ് വരാൻ. സ്വാഭാവികമായിട്ടും ഈ ഫീൽഡിനെ കുറിച്ച് നോളജ് ഉള്ള ആൾക്കാരോ ഒന്നും തന്നെയല്ല ഉണ്ടാവാൻ. പക്ഷെ അവരുടെ മനസ്സിലൊരു ചിത്രമുണ്ട്. ഈ ചിത്രത്തിനെ നമ്മൾ ഡിസൈഫർ ചെയ്ത് എടുത്ത് അത് മനസ്സിലാക്കി അവരുടെ ഫോക്കസ് എന്താണ്. ഓരോ ക്ലയൻറ്റിൻ്റെ ഫോക്കസ് വേറെ വേറെ ഫോക്കസസ് ആയിരിക്കും. ഒട്ടുമിക്ക ക്ലയൻറ്റിൻ്റെയും പ്രവാസിൻ്റെയും ഫോക്കസ് ബഡ്ജറ്റ് തന്നെയാണ്. അതായത് ഞാൻ ആഗ്രഹിക്കുന്ന ബഡ്ജറ്റിൽ എൻ്റെ സ്വപ്ന വീട് ആവുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഞങ്ങളൊരു കാറ് വാങ്ങുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു വസ്ത്രം വാങ്ങുന്ന പോലെയോ എല്ലാവരും വീട് നിർമ്മാണിക്കുന്നത്. ബിക്കോസ് അതിന് ഓൾറെഡി റെഡിമെയ്ഡാണ് മറ്റു കാര്യങ്ങളൊക്കെ. ഇത് ഞങ്ങൾ കസ്റ്റം ചെയ്ത് ചെയ്യുമ്പോൾ ഓക്കെ സൈറ്റിൽ പറയും ഞങ്ങൾ 40 ലക്ഷം തീർത്ത് തരാം, 50 ലക്ഷം തീർത്ത് തരാം. പക്ഷേ പ്രൊജക്റ്റ് കഴിയുമ്പോഴത്തേക്ക് അത് 60, 70, 80 ലക്ഷം ഒരു കടക്കാരനായിട്ടാണ് ആ പ്രവാസി തിരിച്ച് ഇവിടുന്ന് പോവുകയും അവിടെ നിന്ന് ബാങ്കിൽ നിന്ന് പിന്നെയും ലോൺ എടുത്ത് അടുത്തൊരു 10-20 വർഷം കൂടി ജോലി ചെയ്താൽ മാത്രം. ഇതായിരുന്നു അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രോബ്ലം കിടന്നത്. അപ്പം എൻ്റെ റോൾ ഇവിടെ വരുന്നത്, ഞാൻ ഒരു ക്ലയൻറ്റിനെ കണ്ടാൽ ഫസ്റ്റ് ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. ഒന്ന് ഞങ്ങൾ ബഡ്ജറ്റ് എത്രയാണ് നിങ്ങളെ, ഒട്ടുമിക്ക ക്ലയൻറ്റിന് അത് അറിയില്ല. എനിക്ക് എത്ര ബഡ്ജറ്റ് അലോട്ട് ചെയ്യണം എന്ന് തന്നെ അറിയില്ല. അപ്പോൾ ഞങ്ങൾ അവരോട് ഇരുന്ന് സംസാരിക്കും. അതായത് അവരുടെ എത്രത്തോളം നമുക്ക് അവർക്ക് ചിലവാക്കാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ആ പറയുന്ന ചെലവിൽ എത്രയാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. ബിക്കോസ് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു കുഴപ്പം ഇത്ര ബഡ്ജറ്റിൽ ഇത്രയും ആവും എന്നുള്ള ഒരു മിസ്കൺസെപ്ഷൻ നല്ലോണം ഉണ്ട്. ഉദാഹരണത്തിന് 50 ലക്ഷത്തിന് എനിക്ക് 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാവും എന്നുള്ളൊരു ധാരണയും കൊണ്ട് ഇറങ്ങും. അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. അത് ഒരു കോൺട്രാക്ടർ വശത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ആയിരിക്കാം, നമ്മളൊരു പ്ലാസ്റ്ററിംഗ് സ്റ്റേജ് വരെയോ അല്ലെങ്കിൽ ടൈൽസ് സ്റ്റേജ്. പക്ഷേ അതല്ലല്ലോ ഒരു വീട് എന്ന് പറയുമ്പോൾ അതിൽ AC വരും, ഫ്രിഡ്ജും വരും, ബാത്റൂമിൻ്റെ പുറത്തുള്ള മാറ്റ് പോലും നിങ്ങളുടെ ബഡ്ജറ്റിൽ തന്നെ വരേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് ആ വീട്ടിൽ വേണ്ട എല്ലാ കാര്യങ്ങളും, അത് അവിടുത്തെ കുക്കിംഗ് സ്റ്റൗ ആയാലും ശരി, അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളൊരു ആക്ച്വലി ഒരു പേപ്പറിൽ എഴുതി ക്ലയൻറ്റുമായി സംസാരിച്ച് തല തിരിച്ച് ആരംഭിക്കും. നിങ്ങൾക്ക് ബാത്റൂം മാറ്റ്സ് ഇത്ര വേണം, ഇതിത്ര വേണം, ക്ലോക്കുകൾ വെക്കണം, ചെടികൾ വെക്കാനുണ്ട്, ഇതുപോലത്തെ നിസ്സാര കാര്യങ്ങൾ വെച്ച് തുടങ്ങി ലാസ്റ്റ് നമ്മൾ ബഡ്ജറ്റിലേക്ക് എത്തുന്നത് നിങ്ങൾക്കപ്പോൾ വീട് നിർമ്മാണിക്കാൻ കയ്യിൽ 20 ലക്ഷം കാശ് ബാക്കിയുള്ളൂ. അപ്പം നിങ്ങൾ പറഞ്ഞ് 2000 സ്ക്വയർ ഫീറ്റ് നടക്കില്ല എന്ന് ഞാൻ പറയണ്ട, അവർ തന്നെ റിയലൈസ് ചെയ്ത് പറയും, ഓ അപ്പോൾ എനിക്ക് 1500 സ്ക്വയർ, യെസ് ദാറ്റ് ഇസ് വാട്ട് ദ റിയാലിറ്റീസ്. ഇതുകൊണ്ട് തന്നെ ബഡ്ജറ്റിൻ്റെ പുറത്ത് പോകാതെ തീർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്തും. ഇതുവരെ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ബഡ്ജറ്റിനനുസരിച്ച് എങ്ങനെ ഒരു വീട് ഡിസൈൻ ചെയ്യാം, ഒരു ലൈഫ് ഡിസൈൻ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ കൊടുക്കുന്നത്. എക്സാക്ട്ലി. അപ്പോൾ ആർക്കിടെക്ചർ അതിൽ വരുന്ന മുമ്പ് നമ്മുടെ ഡിസൈനും നിങ്ങളുടെ ബെഡ്റൂംസും, ബിക്കോസ് ഒരു ക്ലയൻറ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം പറയാൻ അതൊക്കെയാണ്, എനിക്ക് 4 ബെഡ്റൂം വേണം, കുറേ സ്പേസസിനെ കുറിച്ചാണ് സംസാരിക്കാൻ. അതൊക്കെ നല്ല തന്നെയാണ്, അതൊക്കെ വേണേണ്ടതാണ്. പക്ഷെ അതിൽ വരുന്ന മുമ്പ് നമുക്ക് അതിനൊരു ഔട്ട്ലൈനും ബൗണ്ടറിയും നമ്മുടെ ലിമിറ്റ്സും നമ്മൾ അറിയണം. നമ്മൾ 50 lakhs ലിമിറ്റ്സ് എങ്കിൽ അതൊരു ചാലഞ്ചാണ്, 1 crore ആണെങ്കിൽ അത് വേറെ ചാലഞ്ചാണ്, 2 crore ആണെങ്കിൽ വേറെ ചാലഞ്ചാണ്. പക്ഷെ അത് എത്രയായാലും അത് ഇങ്ങനെയാണ് എന്നുള്ളൊരു ക്ലാരിറ്റി ഞങ്ങൾക്കുണ്ട്. ബിക്കോസ് വി ആർ പ്രൊഫഷണൽ, ഞങ്ങൾ ഇത് എല്ലാ ദിവസവും ചെയ്യുന്നൊരു ജോലിയാണ്. ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇത് എവിടെ പോയിട്ട് അവസാനിക്കാൻ. പക്ഷേ ഇത് ക്ലയൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു യാത്രയുണ്ട്, ഒരു 2-3 മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിലൂടെ ക്ലയൻറ്റ് തന്നെ സ്വയബോധത്തോടെ തിരിച്ച് വന്ന് പറയും, ഓക്കെ സോ ദിസ് ഇസ് വാട്ട് മൈ റിയാലിറ്റി ഈസ്, എൻ്റെ യാഥാർത്ഥ്യം ഇതാണ്. റിയാലിറ്റി തിരിച്ചറിഞ്ഞിട്ട് വീടിന്റെ കൺസ്ട്രക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ എപ്പോൾ ഇതൊരു ഒരു ഒരു വാക്ക് തർക്കത്തിലേക്കാണ് പോകാൻ. ഞങ്ങൾ 40 ലക്ഷത്തിൽ തീർക്കാൻ പറ്റുമോ, 50 ലക്ഷത്തിൽ തീർക്കാൻ പറ്റുമോ? ഇല്ല, തീർക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയുമെന്നാണ് ഞാൻ, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത ഡിസൈൻ അങ്ങനെയാണ്, ഞങ്ങൾ ചെയ്ത ഫോർമാറ്റ് അങ്ങനെയാണ്. നിങ്ങൾക്ക് തന്നെ അത് തീരുമാനിക്കാം, ക്ലയൻറ്റിന് തന്നെ തീരുമാനിക്കാം. ആൻഡ് ഇറ്റ് ഇസ് അപ്പ് ടു ദ ക്ലയൻറ്റ്. ഓക്കെ 40 lakhs മതിയാവില്ല എൻ്റെ വീട്, ബിക്കോസ് വി ഹാവ് ബോത്ത് ദ ക്ലയൻറ്റ്സ്. റീസെൻ്റ്ലി ഞങ്ങളിപ്പോൾ ചെയ്തപ്പോൾ 2 ക്ലയൻറ്റ്സ് സിമിലറായ ടൈമിൽ വന്ന ക്ലയൻ്റ് ആയിരുന്നു. ഒരു ക്ലയൻറ്റ് പറഞ്ഞു എനിക്ക് 40 ലക്ഷം തീർക്കണം, മറ്റേ ക്ലയൻറ്റ് പറഞ്ഞു 40 lakhs തീർക്കണം. ഒരു ക്ലയൻറ്റിന് മനസ്സിലായി എൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ പൂർത്തിയാവണമെങ്കിൽ 40 lakhs പോരാ, 60ലേക്ക് പുഷ് ചെയ്യണം. ഹി ഇൻക്രീസ് ടു 60. ദി അതർ ക്ലയൻറ്റ് ഇല്ല പറഞ്ഞു, നോ വേസ് വി ക്യാൻ ഡു ദിസ്. പക്ഷേ റിയാലിറ്റി വന്നപ്പോൾ ഒരു 5 lakhs
ഇൻക്രീസ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് ദാറ്റ് ഈസ് എ റിയാലിറ്റി. ഞാൻ പറഞ്ഞില്ല 40 നിങ്ങളൊരു ബെഡ്റൂം ഒഴിവാക്കിയേ പറ്റൂ. വി ഹാവ് ടു റെഡ്യൂസ്. ഇല്ല, അത് പറ്റില്ല, നമുക്ക് എന്തായാലും ഗ്രൗണ്ട് ഫ്ലോർ ഒരു ബെഡ്റൂം കൂടി വേണം, ഞാനൊരു 5 ലക്ഷം കൂടി അലോട്ട് ചെയ്തു തരാം. ബിക്കോസ് അദ്ദേഹം ലോൺ എടുത്തിട്ട് കൂടിയായിരുന്നു ചെയ്യുന്നത്. ദിസ് ക്ലാരിറ്റി ഈവൻ ബിഫോർ ദ ഡിസൈൻ, ഇത് ഞങ്ങൾ പേപ്പറിൽ ഒന്നും വരക്കാൻ തുടങ്ങിയിട്ടില്ല. ഈ ഒരു ക്ലാരിറ്റി കോൺവെർസേഷൻ, ഒരു ഹാർട്ട് ടു ഹാർട്ട് ഓപ്പൺ കോൺവെർസേഷൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, തുടക്കത്തിൽ സംസാരിക്കേണ്ടതുണ്ട്. എന്നിട്ടാണ് ഞങ്ങൾ ടിപ്പിക്കലായി ഞങ്ങൾ ആർക്കിടെക്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഡ്രീം ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഇറ്റ് ഹാസ് ടു ബി മോൾഡഡ്. സാർ, ഈ പ്രവാസികളുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മൾ ഡിസൈൻ ചെയ്യണം, ഡ്രീം ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഈ പ്രവാസ ലോകത്തും അതുപോലെ തന്നെ നാട്ടിലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസ് ഇല്ല, അതിനെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അത് തന്നെയാണ് എല്ലാവരുടെയും ചലഞ്ചായിട്ട് വരുന്നത്. അവിടെ തന്നെ ഞങ്ങളുടെ സ്ട്രെങ്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നാടിൻ്റെ പൾസ് അറിയുന്ന വ്യക്തിയാണ് റനീഷ്. ഞങ്ങളുടെ പ്രവാസത്തിൽ നിന്നുള്ള ആ ജേർണി പ്രവാസിൽ നിന്ന് അവസാനിച്ചിട്ട് അത് പിന്നീട് റനീഷാണ് അത് അങ്ങോട്ടേക്ക് സൈറ്റിലോട്ടേക്ക് ഇംപ്ലിമെൻറ്റിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ആ വിഷയങ്ങളൊക്കെ റനീഷ് തന്നെയാണ്. റനീഷ് സാർ, എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നാട്ടിൽ ആകുമ്പം ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ സൈറ്റിലെ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? തീർച്ചയായും ഇവിടുത്തെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റിലേക്ക് ഒന്നും തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രൊഫസർ പറഞ്ഞതുപോലെ. അപ്പോൾ ഇതിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളൊരു BOQ ചെയ്യാന്നുള്ളത്, അതിൻ്റെ ഡിസൈൻ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്, അതിനകത്ത് നമുക്ക് ഓരോ വർക്കിനെ സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ വർക്കിൻ്റെ എമൗണ്ടുകൾ ഇത്ര വരുന്നതിൻ്റെ സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് ഒരു BOQ ഉണ്ടാക്കും. കംപ്ലീറ്റ്ലി എത്രയാണ് നമുക്ക് ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടുകൾ വെച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു പ്രൊജക്ട് ഷെഡ്യൂൾ ഉണ്ടാക്കുന്നത്. എത്ര എമൗണ്ട് ഇത്ര ടൈം പീരീഡിലേക്ക് ഒരു ക്ലയൻറ്റ് ഇത്ര ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഒരു ഷെഡ്യൂൾ കൂടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്ലയൻസിന് പറയും, അതായത് ചില ആൾക്കാർക്ക് 1 year കൊണ്ട് തീർക്കേണ്ട പ്രൊജക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ 2 years വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെയാണ് അവർക്ക് ഫൈനാൻഷ്യലി കംഫർട്ടായിട്ടുള്ള രീതിയിൽ അതിന് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊജക്ട് ഷെഡ്യൂൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ സൈറ്റിലേക്ക് വർക്ക് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് ഇവിടെ ലോക്കലി വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഡയറക്റ്റ് കോൺട്രാക്ടേഴ്സാണ് നമ്മളിപ്പം ഈ ഒരു സൊസൈറ്റിനെ മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും ഫൈനാൻഷ്യൽ ഒരു ട്രാൻസ്പെറൻസിയോ കാര്യങ്ങളോ ഇതിലില്ല. അപ്പോൾ അതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ നോക്കിയിട്ട്, കാരണം ഫൈനാൻഷ്യലി ട്രാൻസ്പെറൻ്റ് ആയിട്ട് ക്ലയൻസിന് ഈ കാര്യങ്ങളൊക്കെ അറിയണം. അതായത് എൻ്റെ പൈസ എവിടേക്കാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾ. അതായത് ഇവിടെയുള്ള എല്ലാ പേയ്മെൻറ്റ്സുകളും ഈവൻ 1 രൂപയുടെ ഒരു പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ ക്ലയൻറ്റിന് എന്തിനാണ് ആ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഒരു ക്ലയൻറ്റിന് ഒരു പേയ്മെൻറ്റ് വരെ ലോസ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നില്ല. അത് ബേസ്ഡ് ചെയ്യുന്നത് നമ്മുടെ എന്തൊക്കെയാണ് വർക്കുകൾക്ക് ചെയ്യുന്നത്, എന്താണ് വർക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിൻ്റെ പേയ്മെൻറ്റ്സും നടത്തുന്നതിന് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു നമ്മുടെ ഇപ്പം ഒരു പ്രവാസ ലോകത്തു നിന്നുള്ള ആളുകളെ കോൺസെൻട്രേറ്റ് ഉള്ള പ്രോജക്റ്റുകൾ കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മുടെ നാടും പ്രവാസ ലോകത്തിരിക്കുന്ന ആളുകളും നമ്മുടെ എനിക്ക് തോന്നുന്നു നല്ല ഭയങ്കരമായിട്ടുള്ള ഒരു ചിന്താഗതിയുടെ ഡിഫറൻസ് ഭയങ്കരമായിട്ട് നിൽക്കുന്നതാണ്. ശരി, യഥാർത്ഥത്തിൽ അതിനെങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? അത് ഓവർകം ചെയ്തത് ഞങ്ങൾ എക്സ്പെരിമെന്റിൽ കൊടുത്തിരുന്നത് അത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് തന്നെയാണ്. തുടക്കത്തിൽ ഞങ്ങൾ 3 പേരും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ തന്നെയാണ് ആർക്കിടെക്ട്സ്, ഞങ്ങൾ തന്നെയാണ് സൈറ്റ് എഞ്ചിനീയേഴ്സ്, ഞങ്ങൾ തന്നെയാണ് റനീഷിന്റെ ഡ്രൈവറായിട്ട് ഞാൻ കുറേ കാലം പോയി. അപ്പോൾ വി എക്സ്പെരിമെന്റഡ് അവർ സെൽഫ് എങ്ങനെയാണ് ഈ ജേർണി പോകുന്നത് എന്നുള്ളത്. അതിനുശേഷമാണ് ഞങ്ങൾ സ്റ്റാഫ്സിനെ വെച്ചിട്ട് ഈ എക്സ്പെരിമെന്റ് ചെയ്തിരുന്ന റിസൾട്ട്സിൽ കൂടെ ഈ ബിസിനസ് മോഡൽ സെറ്റപ്പ് ചെയ്ത് ട്രാൻസ്ഫർ ആക്കിയത്. അതിൽ മെയിനായിട്ട് ഞാൻ പറയാം, എൻ്റെ ലാബിലുള്ള 2 റാക്സ് എലികളായിട്ടാണ് ഞാൻ ഇവരെ കാണുന്നത്. ഇവർ പേരിലാണ് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തത് ഈ ബിസിനസ് മോഡൽ സിസ്റ്റം കംപ്ലീറ്റ്. അവരെ അത്രയും ക്ഷമയോട് കൂടിയിട്ട് അതായത് ഞങ്ങളുടെ ആ ഒരു ഐക്യം ഇത്രയും സക്സസ് ആയത് അവരുടെ ക്ഷമ, അവരുടെ ആ കമ്മിറ്റ്മെന്റ്, ഇതിലേക്ക് ഞങ്ങൾക്ക് ജനങ്ങളെ സേവിക്കണം എന്നുള്ള ഞങ്ങൾക്കൊരു ഗുഡ് പ്രൊഡക്റ്റ് നാട്ടിലേക്ക് എത്തിക്കണം എന്നുള്ള ഇവരുടെ കമ്മിറ്റ്മെന്റ്. ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തു, ഫോംസ് റിവൈസ് ചെയ്തു, ഫെയിൽഡ് പേയ്മെന്റ് മെത്തേഡ്സ് ഉണ്ടായിരുന്നു, അതിൽ കോൺട്രാക്ടേഴ്സിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിനൊക്കെ ഐഡന്റിഫൈ ചെയ്തു, അതിനൊക്കെ ഞങ്ങൾ റിവൈസ്ഡ് വേർഷൻസ് ഉണ്ടാക്കിയിട്ട് ഇവോൾവ് സ്റ്റിൽ വി ആർ ഇവോൾവിങ്. ഇന്നത്തെ കാലത്തെ മീറ്റിംഗിൽ ഞങ്ങൾ അത് ഇവോൾവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വി എക്സ്പെരിമെന്റ് ആൻഡ് വി സിൻസിയർലി കറക്റ്റ് ആൻഡ് ഫൈൻഡ് എ മെത്തേഡ്. അങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നിട്ടാണ് ഞങ്ങൾ ഈ ഗ്യാപ്പിന് ബ്രിഡ്ജ് ചെയ്യുന്നത്. കാരണം ഇത് ചലഞ്ചാണ്. എങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടാകുമ്പം എഫ് ആർക്കിടെക്റ്റിന് ഓരോ ഓഫീസ് കാണാൻ സുന്ദരമായിരിക്കുന്ന ഇടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ജേണി എങ്ങനെയായിരുന്നു? ജേണി ആക്ച്വലി ഞങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പ്രവാസം വിട്ടിട്ട് ആദ്യം ഇങ്ങോട്ടേക്ക് വന്നതായിരുന്നു. അപ്പോൾ വന്ന ഉടനെ തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഫിനാൻഷ്യൽ ക്രഞ്ചും കാര്യങ്ങളൊക്കെ കൊറോണ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ചെറിയൊരു സിംഗിൾ ഷട്ടർ
റൂമിലാണ്. റൂമിന്റെ അതിന്റെ പകുതി എന്റെ ഫാദർ ഇൻ ലോ യൂസ് ചെയ്തൊരു ഓഫീസായിരുന്നു. അതിന്റെ ഒരു പകുതി ഞാൻ വാടകയ്ക്ക് എടുത്തിട്ട് പിന്നാണ് ഞങ്ങളുടെ സ്റ്റാർട്ടിങ് വരുന്നത്. അന്ന് നമ്മളൊരു തന്റെ പാർട്ട്നേഴ്സ് എന്ന രീതിയിൽ ഒരു കമ്പനി ആയിട്ടില്ല, ഒരു പ്രൊജക്ട്സുകൾ മാത്രമായിട്ട് പ്രൊജക്ട് പാർട്ട്നേഴ്സ് എന്നുള്ള രീതിയിലായിരുന്നു ഒന്ന് തുടങ്ങിയത് തന്നെയുണ്ട്. അതിൽ ഒരു 6 മാസം കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഞങ്ങൾ ഒരു പ്രൊജക്ട്സുകളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഇതിന്റെ സ്ട്രെങ്ത് ഞങ്ങൾ സുഹൃത്തുക്കളാണ് എനിക്ക് തുടക്കത്തിൽ പ്രൊജക്ട്സുകൾ തന്നെ എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് എന്റെ ദുബായിലുള്ള ഫ്രണ്ട്സുകളൊക്കെയാണ് ആദ്യം അവരുടെ ഞങ്ങൾ രണ്ടത്താണ് മലപ്പുറത്താണ് ഫസ്റ്റ് ഞങ്ങൾ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഞങ്ങളുടെ വിശ്വാസം ഉണ്ടായിരുന്നു, കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ദുബായിൽ നിന്നുകൊണ്ട് മറ്റ് ഖത്തറിലും ഒമാനിലൊക്കെ പ്രൊജക്ട്സുകൾ ചെയ്യുന്നതായിരുന്നു. അപ്പൊ അങ്ങനെ ചെറിയ രീതിയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അതിനെ ഒരു 6 മാസം കൊണ്ട് ഒരു ചെറിയൊരു സിംഗിൾ ഷോപ്പിലോട്ടേക്ക് ഫുള്ളായിട്ട് എക്സ്പാൻഡ് ചെയ്തു. അത് ഉടനെ തന്നെ കൊറോണ വന്നു. അങ്ങനെ 2 വർഷം ഞങ്ങൾ വർക്ക് അറ്റ് ഹോം എന്ന രീതിയിൽ കണ്ടിന്യൂ ചെയ്തു. ഫവാസ് വേറെ വീട്ടിലായിരുന്നു, റനീഷ് വേറെ വീട്ടിലായിരുന്നു, ഞാൻ വേറെ വീട്ടിലായിരുന്നു ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ 3 വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, ശ്രീത്തു എന്നുണ്ട്, അവർ വേറെ വീട്ടിലായിരുന്നു. ഗൂഗിൾ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഞങ്ങൾ അത് ഇവോൾവ് ചെയ്തു. അതിൽ നിന്ന് പതുക്കെ ഞങ്ങൾ കൊറോണ കാലം കഴിഞ്ഞപ്പോൾ വേറൊരു ചെറിയൊരു ഓഫീസിലോട്ടേക്ക് തലശ്ശേരിയിലോട്ടേക്ക് മാറി. അവിടെ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ ഓഫീസിലോട്ടേക്ക് ഇപ്പോൾ 1 മാസമേ ആയിട്ടുള്ളൂ. സോ ദ ഗ്രോത്ത് ഈസ് വെരി സ്മോൾ ആൻഡ് സ്റ്റാഗ്നന്റ്, വെരി വെരി സ്ലോ ആൻഡ് സ്റ്റഡി. പക്ഷേ എങ്കിൽ അത് സ്ട്രോങ് ആണ്. ഞങ്ങളിപ്പോൾ റൂട്ട്സ് ആണ് ഈ സിസ്റ്റം പ്രവാസികളെ സഹായിക്കുന്ന വേരുകളാണ് നമ്മൾ ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാസീവ് മാർക്കറ്റിംഗിൽ കൂടി മാസീവ് ഞങ്ങൾ ഷോനെ കാട്ടിയും വി വാണ്ട് റിസൾട്ട്സ് ടു ബി സീൻ. അപ്പോൾ അതിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഓഫീസ് കണ്ടില്ലേ, ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് നോട്ട് ഫുള്ളി കംപ്ലീറ്റ്. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത് അതൊരു ഗ്രോത്ത് ടുഗെദർ ആണ്. സ്റ്റാഫ് വളരണം, ഓഫീസും വളരണം, നാടുകൾക്ക് കൊടുക്കുന്ന സർവീസും വളരണം. സോ ഇറ്റ് ഈസ് എ മ്യൂച്വൽ ഗ്രോത്ത് ദാറ്റ് വി സീ. അല്ലാണ്ട് ഞങ്ങളെ 3 പേരുടെ ഗ്രോത്ത് മാത്രമല്ല ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് എ ടുഗെദർ ഗ്രോത്ത് എന്നുള്ളതാണ്. അപ്പൊ ഇതിലേ ഉള്ള ഒരു പ്രോസസ്സാണ് ഇതുവരെ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരു ഹമ്പിൾ ബിഗിനിങ് ആണ്. ഒരു 15,000 ഓണർപ്രണേഴ്സ് ഈ 3 പേരുടെയും ഒരു അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ഒരു സക്സസ് ഇതിനെക്കുറിച്ച് ഒരു എസ് എൻ ഓണർപ്രണർ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ കൂടെ പറഞ്ഞാൽ നന്നായിരിക്കും വിചാരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. വി ഓൾവേസ് ട്രൈ ടു സീ പോസിറ്റീവ്. ഹെൻറി ഫോർഡ് പറഞ്ഞു, ഇഫ് യു തിങ്ക് യു ക്യാൻ ഡു ഇറ്റ് യു ആർ റൈറ്റ്, ഇഫ് യു തിങ്ക് യു കനോട്ട് ഡു ഇറ്റ് അഗൈൻ യു ആർ റൈറ്റ്. വി ബിലീവ് വി ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും വേറെ ആളെ ബ്ലെയിം ചെയ്യാൻ നിൽക്കുന്നില്ല. ഞങ്ങൾ കറക്റ്റ് ചെയ്തത് കേരളത്തിന്റെ അന്തരീക്ഷം നല്ലതാണ്. കേരളത്തിന്റെ അതായത് ദുബായ്, ഞങ്ങളൊക്കെ ദുബായിൽ പോകുമ്പോൾ മരുഭൂമിയായിരുന്നു. അവിടെ ഒന്ന് വിതിൻ ദ ലാസ്റ്റ് 30 years people worked hard, architects worked hard, there was proper planning. നാട് നന്നായിട്ട് we have seen that with our own eyes. Same thing if we implement here. അതെല്ലാം മരുഭൂമിയാണെന്ന് ആരും അവിടെ പോയിട്ടില്ലെങ്കിൽ ആ നാടിന് ദുബായ് ആവില്ല. അതുപോലെ പറയുന്ന പോലെയാണ് കേരളത്തിലൊന്നും നടക്കൂല എന്ന് പറയുന്നത് അതുപോലെയാണ്. ഇല്ല, there might be challenges, but you need to face it challenging. അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണുക, അതിനെ ഞങ്ങൾ മനസ്സിലാക്കുക, അഡ്രസ് ചെയ്യുക. there is a law of the land. അത് സത്യമാണ്. ആ law of the land റെസ്പെക്ട് ചെയ്യുക. you cannot implement something else in a different place. ഇപ്പോൾ ഈ നാടിൻ്റെതായ പൾസ്, എനർജിയുടെ ഫ്ലേവർ ഉണ്ട്. respect the law of the land, respect the culture. when in Rome speak Rome and eat what the Romans do എന്നൊക്കെ പറഞ്ഞ ചൊല്ലൊക്കെ വെറുതെ അല്ല. അപ്പോൾ കേരളത്തിലുണ്ടാകുമ്പോൾ നമ്മൾ കേരളത്തിന്റെ പൾസ് മനസ്സിലാക്കിയിട്ട് അതിനെ റെസ്പെക്ട് ചെയ്തിട്ട് ഇവിടുത്തെ അന്തരീക്ഷം മനസ്സിലാക്കി ചെയ്താൽ ഡെഫിനറ്റ്ലി there is lots of opportunities here, but your mindset has to be right. അതെ ഞാൻ പറയാം. as an entrepreneur your mindset has to be right. ഓക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇടങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം എന്നുള്ളതാണ്. സംരംഭകരായാലും ഒരുപാട് സ്ട്രഗിൾസൊക്കെ നമുക്ക് ഉണ്ടാകും, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അതിനെ ഓവർകം ചെയ്തുകൊണ്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇടങ്ങൾ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഈ 3 പേരും നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വലിയൊരു കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവാസ ലോകത്ത് ഒരുപാട് സ്വപ്നവുമായി എത്തുന്ന പ്രവാസ ലോകത്തുള്ള ആളുകൾക്ക് വീട് എന്നുള്ള ഏറ്റവും വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള വലിയൊരു ദൗത്യമാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളത്. സംരംഭകർ എന്നതിനപ്പുറത്ത് നല്ല മനുഷ്യരാവുക എന്നുള്ള പാഠം കൂടിയാണ് ഈ 3 സംരംഭകരും നമ്മെ പഠിപ്പിക്കുന്നത്. അടുത്ത ബിഗ് ഷോട്ടിൽ നല്ല ഒരു സംരംഭകനുമായിട്ട് നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.